യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ഡൽഹിയിലും. ഡൽഹിയിലെ റെസിഡന്റ് ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരും കൊണോട്ട് പ്ലേസിൽ ഉപരോധിക്കുകയാണ്. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി നടക്കുന്നത്. ഇപ്പോൾ കൊണോട്ട് പ്ലേസിലും പ്രതിഷേധം നടക്കുകയാണ്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സന്ധ്യ, വലിയ പ്രതിഷേധം തന്നെയാണ് നിലവിൽ കൊണോട്ട് പ്ലേസിൽ നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊണോട്ട് പ്ലേസ് പരിസരം ഏകദേശം സ്തംഭിച്ചു പോയി എന്ന് തന്നെ പറയാൻ സാധിക്കും. ഡൽഹിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരക്കേറിയ ഒരു പ്രദേശമാണ് കൊണോട്ട് പ്ലേസ്. അവിടെയാണ് ഇത്തരത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് എയിംസിലെയും സഫ്ദർജംഗിലെയും അതുപോലെ തന്നെ ഡൽഹിയിലെ ഒട്ടുമിക്ക എല്ലാ മെഡിക്കൽ കോളേജിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ജൂനിയർ ഡോക്ടർമാരും റെസിഡന്റ് ഡോക്ടർമാരും ഇങ്ങനെ സംഘടിച്ച് ഒരു സംഘമായി ഒരുമിച്ച് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നടന്ന കൊടും ക്രൂരതയ്ക്ക് ആ അഭയ എന്ന് പേരിട്ട് വിളിക്കുന്ന യുവ ഡോക്ടർക്ക് നീതി വേണം, നീതി ഉറപ്പാക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ മുഴുവനും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ എഴുതിയ മുദ്രാവാക്യങ്ങളിലൊന്ന്, അത് വളരെ സ്ട്രൈക്ക് ചെയ്ത മുദ്രാവാക്യങ്ങളിലൊന്ന് എന്ന് പറഞ്ഞാൽ അത് പരിചരിക്കുന്നവർ കൊല ചെയ്യപ്പെടുന്നു, എന്നാൽ കൊലയാളികൾ പരിചരിക്കപ്പെടുന്നു എന്ന് വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഓരോരുത്തരും ഒരേ സ്വരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ കൊൽക്കത്ത പോലീസിന് നടപടികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ ഒരു പോക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും. അതിനെതിരെ തന്നെയാണ് രാജ്യവ്യാപകമായിട്ട് ഇപ്പോൾ ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുന്നത്, അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നത്. അത് ഡൽഹിയിൽ അതിൻ്റെ പ്രകമ്പനം ഏറ്റവും ഭീകരമായി, ഏറ്റവും ഭയാനകമായി തന്നെ ആ പ്രതിഷേധങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ്. ആ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ മരണത്തിൽ, ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നീതി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ തെരുവിൽ ഇറക്കപ്പെട്ടത് ഒരു സുരക്ഷ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ആശുപത്രികളിൽ സംബന്ധിച്ച് ഇവർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷ നൽകിയിരുന്നെങ്കിൽ ഇതൊന്നും ആവർത്തിക്കില്ലായിരുന്നെങ്കിലോ ഇതൊന്നും തന്നെ നടക്കില്ലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷേധം ഇപ്പോൾ ശക്തമായി തന്നെ വരികയാണ്. അത് ഇനിയും ശക്തിയേറും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നീതി. ഈ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കൃത്യമായിട്ടുള്ള നീതി വേണം. രണ്ടാമത്തേത്, കേന്ദ്ര നിയമം തന്നെ വേണം. ആശുപത്രികളെ സേഫ് സോണുകളായി പ്രഖ്യാപിച്ചുകൊണ്ട്, സേഫ് സോണുകൾ എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോലെ അതിനനുസരിച്ച് സുരക്ഷ കൂടി വേണം. അങ്ങനെ കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കാൻ ഒരു കേന്ദ്ര നിയമം വേണം എന്നുള്ള രണ്ട് ആവശ്യങ്ങളാണ് ഈ ഡോക്ടർമാർ പ്രതിഷേധിച്ചുകൊണ്ട് കെഞ്ചുന്നത്, ആവശ്യപ്പെടുന്നത് ഇതുവരെയും. എന്തായാലും സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഈ ഡോക്ടർമാരുടെ. ശരി അർജുൻ, എന്തായാലും കൊൽക്കത്തയിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട യുവ ഡോക്ടറിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട ആയിരക്കണക്കിന് ഡോക്ടർമാരാണ് ഡൽഹിയിൽ കൊണോട്ട് പ്ലേസിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. അർജുൻ പീതാംബരനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.